നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷം കളമൊരുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് 4ഓളം രാഷ്ട്രീയ പാർട്ടികളെ LDFന്റെ മുന്നണിയിലേക്ക് എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. അതിന്റെ ഭാഗമായി 24 വർഷം മുന്നണി പ്രവേശനം കാത്തിരിക്കുന്ന INLനെ LDF മുന്നണിയിലെടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് നടന്ന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് CK ജാനുവിന്റെ പാർട്ടിയുമായി സഹകരിച്ചു പോകാനുള്ള ഒരു നീക്കങ്ങളും ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. LDFന്റെ മുന്നണിയിലെടുത്തു എന്നുള്ളത് INLനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം എത്രയോ തവണകളായി LDFന്റെ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് INL ചർച്ചയ്ക്കിരുന്നിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കണ്ടെങ്കിലും ഈ ചരിത്ര മുഹൂർത്തം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. 24 വർഷത്തെ കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ INLന് ഇടതുപക്ഷം മുന്നണി പ്രവേശനം നൽകിയിരിക്കുന്നു, LDFലേക്ക് മുന്നണി പ്രവേശനം നൽകിയിരിക്കുന്നു എന്നുള്ളത് അതീവ സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം CK ജാനുവിന്റെ പാർട്ടിയുമായി സഹകരിച്ചു പോകുമെന്നും ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്നു. ഇതിന് അപ്പുറം 4ഓളം പാർട്ടികളെയാണ് LDFലേക്ക് മുന്നണിയിൽ എടുത്തിട്ടുള്ളത്. ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അതീവ സുപ്രധാനപരമായ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇടതുപക്ഷം ശക്തമായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് 24 വർഷം മുന്നണി പ്രവേശനവുമായി കാത്തിരുന്ന INLനെ LDF മുന്നണിയിലേക്ക് എടുക്കുന്നത്. ഇത് സുപ്രധാനപരമായ ഒരു തീരുമാനം തന്നെയാണ്. ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീരുമാനം വന്നിട്ടുള്ളത് LDF യോഗത്തിലാണ്. അതോടൊപ്പം INLന് പുറമെ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് B, MP വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദൾ, കേരള കോൺഗ്രസിൽ നിന്ന് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പിളർന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ പാർട്ടികളെയാണ് LDFൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതീവ സുപ്രധാനപരമായ നീക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ശബരിമല വിഷയം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആദ്യഘട്ടത്തിൽ സർക്കാരിന് മേലിൽ ഉണ്ടാക്കിയെങ്കിലും എന്നാൽ പിന്നീട് അതിൽ നിന്ന് വിട്ടുമാറാൻ സർക്കാരിന് സാധിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് ലോക്സഭയെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കനത്ത രീതിയിലുള്ള ഒരു തീരുമാനം. ഇന്ന് നടന്ന LDF യോഗത്തിൽ എടുത്ത തീരുമാനം അതീവ പ്രശംസനീയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 24 വർഷത്തോളമായി INLനെ മാറ്റി നിർത്തുകയാണ്. ഇന്നെടുക്കും നാളെ എടുക്കും എന്നുള്ള ഒരു തീരുമാനവുമായി INL നേതാക്കന്മാർ കുറെ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.